റിലീസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ മോളിവുഡിലെ റെക്കോർഡുകൾ പലതും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് വാഴ 2. ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്തിറന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ബോക്സ് ഓഫീസിൽ റീത്ത് വെച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം അതിവേഗം 100 കോടി നേടിയ ചിത്രമായി വാഴ മാറുകയും ചെയ്തു. വേൾഡ് വൈഡ് കളക്ഷനിൽ 190 കോടിയാണ് ഇതുവരെ വാഴ 2 നേടിയത്. ഇന്നോ നാളെയോ ആയി 200 കോടി എന്ന മാന്ത്രിക സംഖ്യയും ചിത്രം തൊട്ടേക്കാം. ആദ്യ ഭാഗത്തിൻ്റെ അതേ ടൈം ലൈനിൽ തന്നെയാണ് രണ്ടാം ഭാഗത്തിൻ്റെയും കഥ പറയുന്നത്. കോമഡിക്കൊപ്പം ഇമോഷണലും ചിത്രം പ്രാധാന്യം നൽകുന്നു. വാഴ 2-ന് 100 കോടി നേടുമ്പോൾ പലരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത് ചിത്രത്തിലെ അജു വർഗീസിൻ്റെ സാന്നിധ്യമാണ്. കഴിഞ്ഞ 4 മാസത്തിന് അജു വർഗീസ് ഭാഗമായ മൂന്നാമത്തെ സിനിമയാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്നത്. ഡിസംബറിൽ തിയേറ്ററിലെത്തിയ സർവ്വമായ 150 കോടി നേടി വൻ വിജയമായിരുന്നു. നിവിൻ പോളി നായകനായ ചിത്രത്തിൽ രൂപേഷ് എന്ന കഥാപാത്രമായിട്ടാണ് അജു വർഗീസ് അവതരിപ്പിച്ചത്. സർവ്വമായ്ക്ക് ശേഷം ഉറങ്ങിക്കിടന്ന തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ ആട് 3-യിലും അജുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചിത്രത്തിൽ പഴയകാലത്തിൽ പത്മനാഭരാജാവിൻ്റെ തേരാളിയായ സാരഥിയായി കോരനായിട്ടാണ് അജു അവതരിപ്പിച്ചത്. ആടിൻ്റെ 2 ഭാഗങ്ങളിലും ചിരി പകർന്നെത്തിയ പൊന്നപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ അതേ സ്വഭാവങ്ങൾ തന്നെയായിരുന്നു സാരഥി കോരനും. ഇപ്പോഴിതാ വാഴ 2-ന് പ്രേക്ഷകരെ കയ്യടി നേടുന്ന മനോജ് സാറായും അജു വർഗീസ് തിളങ്ങുന്നുണ്ട്. എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്ന, അവരുടെ ഭാവി നന്നാവുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് അധ്യാപകരുടെ പ്രതിനിധിയാണ് മനോജ് സാർ. അജു വർഗീസ് എന്ന നടൻ്റെ മികച്ച കഥാപാത്രങ്ങളൊന്നാണ് മനോജ് സാറിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അജുവിൻ്റെ തലവട്ടം കണ്ടാൽ 100 കോടി ക്ലബ്ബിൽ സിനിമ ഇടം പിടിക്കുമെന്നാണ് സിനിമാ പ്രേമികളിലെ പ്രധാന ചർച്ച. മോളിവുഡിൻ്റെ പുതിയ ലക്കി ചാമായി അജു വർഗീസ് മാറി എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. കോമഡി താരമായി കരിയർ ആരംഭിച്ച അജു പിന്നീട് ക്യാരക്ടർ റോളിലും നായിക വേഷത്തിലും തൻ്റെ കാലിബർ തെളിയിച്ചിട്ടുണ്ട്. ഇനിയും സിനിമാ ലോകത്തേക്ക് അജു ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്.